കൂട്ടുകാരെ, പൊന്നീസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 5 ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലെ ഒന്നാമത്തേതായ കുളത്തൂപ്പുഴ ക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 60 കിലോമീറ്റർ അകലെ തിരുവനന്തപുരം ചെങ്കോട്ട ദേശീയപാതയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 5 ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൽ ശബരിമല ഒഴികെയുള്ള 4 ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത്. പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഞാനും അച്ഛനും അമ്മയും കൂടെ ഇന്ന് 2 വീലറിലാണ് യാത്ര പുറപ്പെട്ടത്. കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിലാണ് ഈ പ്രശസ്തമായ അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ റൂട്ടിൽ തന്നെയാണ് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനും പാലരുവിയും തെന്മല എക്കോ ടൂറിസവും ഒക്കെ. പക്ഷെ ഞങ്ങൾ ഇന്ന് അവിടെ ഒന്നും കയറുന്നില്ല, നേരെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഈ ദേശീയപാതയിൽ തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ വഴിയിലൂടെ പോകുമ്പോൾ തന്നെ ക്ഷേത്രത്തിലേക്ക് കടക്കാനുള്ള ആർച്ച് കാണാൻ കഴിയും. നമുക്ക് കുളത്തൂപ്പുഴ നദി കടന്ന് വേണം അക്കരെ എത്താൻ. ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കുളത്തൂപ്പുഴ ബാലശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലാണ്. പാലം കടന്നു, അതായത് നദി കടന്നു വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താൻ. പിന്നെ ഇവിടെ ശബരിമല സീസണായതുകൊണ്ട് ധാരാളം അയ്യപ്പ ഭക്തന്മാർ എത്തുന്നുണ്ട്. വളരെ ഇടുങ്ങിയ ഒരു പാലമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ധാരാളം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ചെറിയ പാലമായതുകൊണ്ട് തന്നെ ഒരു സമയം ഒരു വശത്തേക്കുള്ള വണ്ടികൾക്ക് മാത്രമേ റോഡിലോട്ടോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്കോ പോകാൻ കഴിയുകയുള്ളൂ. ധർമ്മശാസ്താവിനെ ബാലകന്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മനുഷ്യഹത്യ എന്ന പാപത്തിന് പരിഹാരമായി പരശുരാമൻ തന്റെ പ്രതിഷ്ഠ നടത്തിയ 5 അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്ന് കുളത്തൂപ്പുഴയാണെന്ന് സങ്കല്പം. കൊട്ടാരക്കര രാജാക്കന്മാരാണ് ക്ഷേത്രം പണിതതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളീയ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതി. ഉഗ്രമൂർത്തിയായും മംഗളപ്രദായകനായും 2 ഭാവത്തിലുള്ള മൂർത്തിയെ കാണാൻ കഴിയും. ശിവൻ, യക്ഷി, വിഷ്ണു, ഗണപതി, ഭൂതത്താൻ, നാഗദൈവങ്ങൾ, കറുപ്പുസ്വാമി എന്നിവരാണ് ഇവിടുത്തെ ഉപപ്രതിഷ്ഠകൾ. ഈ ക്ഷേത്രത്തിലെ ദർശന സമയമെന്ന് പറയുന്നത് രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ്. ഇപ്പൊ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ധാരാളം അയ്യപ്പ ഭക്തന്മാർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്.
അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാനായിട്ട് വലിയൊരു ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. ഈ കാണുന്നത് ക്ഷേത്രത്തോട് ചേർന്നുള്ള സർപ്പക്കാവാണ്. ഈ കാവ് ഒരു സംരക്ഷിത കാവാണ്. ഇതാണ് യക്ഷിയമ്മയുടെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ധാരാളം തൊട്ടിലുകൾ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ഭക്തർ നടത്തുന്ന ഒരു വഴിപാടാണ്. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് മീനൂട്ട്. ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അയ്യപ്പനെ വിവാഹം കഴിക്കണം എന്ന ആവശ്യവുമായി ഒരു ജലകന്യക എത്തിയിരുന്നു. എന്നാൽ അയ്യപ്പൻ ആ ജലകന്യകയുടെ അഭ്യർത്ഥന നിരസിച്ചു. കാരണം താൻ ബാലകനാണെന്നും അയ്യപ്പൻ പറഞ്ഞു. ഒപ്പം അന്ന് അയ്യപ്പൻ വേറൊന്നു കൂടി പറഞ്ഞു. ജലകന്യകയെ മത്സ്യമായി തുടരാൻ അനുവദിച്ചു. തന്നെ കാണാനെത്തുന്ന ഭക്തജനങ്ങൾ അവളെ കൂടി കാണും എന്ന് ഉറപ്പും നൽകി. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് മുൻപിൽ കാണുന്ന നദിയിലെ മീനുകളെ തിരുമക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ തിരുമക്കൾക്ക് വേണ്ടിയാണ് മീനൂട്ട് വഴിപാട് നടത്തുന്നത്. ക്ഷേത്രം കണ്ട് തിരിച്ചടങ്ങി ഞങ്ങൾ നേരെ രണ്ടാമത്തെ ക്ഷേത്രമായ ആര്യങ്കാവ് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇനിയും 25 കിലോമീറ്റർ ദൂരമുണ്ട് ആര്യങ്കാവ് ക്ഷേത്രത്തിലേക്ക്. അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമന്റും ഷെയറും ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്താം. അതുവരെ ബൈ ബൈ.